നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ തീ പിടിക്കാറുണ്ട്. ഒരുപാട് അപകടങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അപകടങ്ങൾ, എത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു. അതായത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം ആയിക്കോട്ടെ, ഏത് വാഹനങ്ങളായിക്കോട്ടെ, നമ്മുടെ എഞ്ചിനിൽ തീ പിടിക്കുന്നു. പിന്നീട് നമുക്ക് സീറ്റ് ബെൽറ്റോ അതല്ലെങ്കിൽ ഊരാൻ പറ്റാതെ ഒരുപാട് മരണങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇവര്. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? മിന്റോ. നമ്മളിന്ന് ഈ വണ്ടിയോട് കത്തിച്ച് അത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോ നമുക്കറിയാം, വണ്ടികൾ ഒരുപാട് കത്തി ഒരുപാട് ആക്സിഡന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. അതെ. അപ്പൊ അതിനൊരു പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് ബ്രാൻസ് ഡാഡി ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ക്യാപ്സൂൾ എന്ന് പറയും. ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ വെഹിക്കിൾസ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാറും കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ കാണാൻ പോവാണ്. അതായത് ഇതിപ്പോ എഞ്ചിനാണ്. ഈ എഞ്ചിനിൽ നമ്മൾ തീ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തനം എന്നുള്ളത് ആദ്യം നമ്മൾ ഇതിൽ കാണിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ വണ്ടി അങ്ങോട്ട് കത്തിച്ച് കാണിക്കാൻ പോവാണ്. അയ്യോ, ഒരു പുക അല്ലേ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. തീ അണഞ്ഞു. ഈ ശരിക്കും ഈ ഒരു പൗഡർ മാത്രം പുറത്തേക്ക് വന്നത് എന്ത് പൗഡറാണ്? ഇതിന് മോണോഅമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും. ശ്വസിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. ശ്വസിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വർക്കിംഗ് എന്നു വെച്ചാൽ ഇത് ക്ഷണം നേരത്തേക്ക് ആ ഓക്സിജൻ പ്രസൻസ് ഇല്ലാണ്ടായി കളയുന്നതുകൊണ്ട് തീ മൊത്തത്തിൽ കെട്ടുപോകും. അതിനൊരു ഉദാഹരണം എടുത്തപ്പോ ഇത് ഈ തുണി ഇപ്പോഴും നനഞ്ഞു ഇരിക്കണം. അതായത് പെട്രോൾ ഒഴിച്ച് പെട്രോളാണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്, തുണിമേലുള്ളത്. പെട്രോളിന്റെ അംശം ഉണ്ടായിട്ടും ആ തീയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് വീണ്ടും കത്തണ്ടാണ്. അപ്പൊ അത് തീ മൊത്തം കെട്ടുപോയിട്ട് ഈ വെറ്റ് പെട്രോൾ പോലും തീ പോലും കടാനുള്ള കാരണം അതാണ്. ഈ പൗഡറിന്റെ പ്രത്യേകത കൊണ്ടാണ്. പെട്രോൾ ഇതിലുണ്ടാ, പെട്രോളിന്റെ അംശം നോക്കിയേ, പെട്രോളൊക്കെ അതിലുണ്ട്. പക്ഷെ അതുപോലും അണച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ ആകെ ബാക്കി വന്നത് ഈ ചെറിയ പീസുകൾ മാത്രമാണ്. ഇതാണ് സാധനം ഇട്ടാ അങ്ങോട്ട് നോക്കിയേ. ഇതാണ് സാധനം. ഇത് താഴെ വീട് പോയി കഴിഞ്ഞാൽ പൊട്ടാനൊന്നും ഒരു ചാൻസ് ഇല്ല. ചൂട് തട്ടിയ മാത്രം, ചൂട് തട്ടിയതല്ല, തീ തട്ടിയ മാത്രം. ചൂട് കൊണ്ടോ അല്ലെങ്കിൽ പുക കൊണ്ടോ ഇത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ബോണറ്റൊക്കെ എത്രമാത്രം അല്ലെങ്കിൽ പിന്നെ പൊട്ടന സമയം. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ നമുക്ക് ഫയർ ടച്ച് ചെയ്താൽ മാത്രമേ സാധനം ബ്ലാസ്റ്റ് ആവത്തുള്ളൂ. തീ കടത്തി കളയും. അതെ അല്ലേ. ഇതിപ്പോ ശരിക്കും 2 എണ്ണം വെക്കണം. ഒരു കാറിലാണ് 2 എണ്ണം ഇതേമാതിരി സെറ്റ് ചെയ്യലാണ്. അതെ. അത് ഓട്ടോയോ 2 വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചാൽ മതി. വലിയ ബസ്, ലോറി അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ മിനിമം 4 എണ്ണം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇനി ഇത് പ്രവർത്തനം നടത്തുന്നത് കാണിച്ചു കൊടുത്താലോ? ഇത് തീ കെടുന്നുള്ളതിൽ ഉറപ്പല്ലേ? 100% ഗ്യാരണ്ടി ആണ് തീ കെടുന്നുള്ള കാര്യത്തിൽ. അതില് മാറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോ ഒരു ഫയറൊക്കെ വന്ന് അത് കെടുന്നുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാലും ഇരിക്കുന്ന സമയത്ത് അത് കെട്ടില്ലെങ്കിൽ